വിശുദ്ധവാരം ദുഃഖവെള്ളി. തിരുവചനം. യേശു അവനോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടി പർദീസായിൽ ആയിരിക്കും. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം തിരുവചനം. കുരിശിൽ യേശുവിൻ്റെ മരണം ഉറപ്പുവരുത്തി എങ്കിലും പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് അവിടുത്തെ പാർശ്വത്തിൽ കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. മരണശേഷവും അവസാനത്തുള്ളി രക്തവും കാൽവരിൽ മണ്ണിൽ വീണ് ചിതറി. കുത്തി തുറക്കപ്പെട്ട ഹൃദയം യേശുവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ നീർച്ചാലായി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നാം എല്ലാവരും പാപം ചെയ്തു. പാപത്തിൻ്റെ വേതനം മരണമാണ്. മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി യേശു സമർപ്പിക്കുന്ന ബലി പാടുപീടുകളോട് കൂടിയ കുരിശുമരണം ആയിരിക്കണമെന്നുള്ളത് ദൈവീക പദ്ധതിയാണ്. അതിനാലാണ് യേശയ്യാ മുൻകൂട്ടി പ്രവചിച്ചത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നാം അവിടുത്തെ രക്തം വിലയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇനി നാം നമ്മുടെ തന്നെ സ്വന്തം അല്ല. യേശു സ്വന്തം രക്തം വിലയായി കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതിനാൽ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 5:15 പറയുന്നത് പോലെ, ജീവിക്കുന്നവൻ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്കായി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടി അവിടുന്ന് മരിച്ചത്.